ചെന്നിത്തല കിഴക്കേ വഴി തെക്കും ഭാഗം 5823 നമ്പർ സുബ്രഹ്മണ്യ വിലാസം NSS കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാ പരമ്പരയിലേക്ക് സ്വാഗതം. കർക്കിടകം 5. ഇന്ന് നമ്മുടെ കഥ സീതാ സ്വയംവരത്തിലേക്ക് കടക്കുകയാണ്. ബാലകാണ്ഡത്തിൻ്റെ സമാപ്തവും. മിഥിലാപുരിയിലെങ്ങും സ്വയംവരത്തിൻ്റെ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. രാജകുമാരി സീതയുടെ വിവാഹം. ജനകപുത്രിയായ സീത കുട്ടികളില്ലാതിരുന്ന ജനക മഹാരാജാവിന് യജ്ഞം നടത്താൻ ഭൂമി ഉഴുതപ്പോൾ കിട്ടിയ അത്ഭുത ശിശുവാണ്. എന്നാൽ ആ അത്ഭുത ശിശു മണ്ണിനടിയിൽ എങ്ങനെ വന്നുപെട്ടു എന്ന് നമുക്ക് ആധ്യാത്മരാമായണത്തിൽ പറയുന്നില്ല. വിഷ്ണുഭക്തനും വിഷ്ണുഗീതങ്ങൾ മാത്രം പാടുന്ന കൗശിക ബ്രാഹ്മണൻ്റെ അടുത്ത് രാജസ്തുതി കൂടി പാടണമെന്ന ആവശ്യമായി കലിംഗ രാജാവ് എത്തി. ഞാനും എൻ്റെ ശിഷ്യരും വിഷ്ണുസ്തുതി മാത്രം പാടുന്നവരാണ്, വിഷ്ണുഭക്തരും. അതിനാൽ അങ്ങയെ സ്തുതിച്ചു പാടാൻ പ്രയാസമാണ്, നിർബന്ധിക്കരുത്, കോപവും അരുത് എന്നായിരുന്നു കൗശികൻ്റെ മറുപടി. നിങ്ങൾ പാടേണ്ട, എന്നെ സ്തുതിച്ചു പാടുന്നത് കേൾക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് സേവകരെ കൊണ്ട് രാജസ്തുതി നീട്ടിപ്പാടിച്ചു. സ്തുതിഗീതം കേട്ട് സഹികെട്ട കൗശികനും ശിഷ്യരും ചെവി പൊത്തി. രാജസ്തുതി കേട്ട് ചെവി പൊത്തിയ വിഷ്ണുഭക്തരുടെ ചെവിയിൽ മരയാണി അടിച്ച് കയറ്റുക എന്ന തീരുമാനമായിരുന്നു രാജാവ് എടുത്തത്. എന്തു തന്നെ ഞങ്ങളെ ചെയ്താലും ഞങ്ങൾ നിങ്ങളെ പുകഴ്ത്തി പാടില്ല, നാവുണ്ടെങ്കിലല്ലേ പാടാൻ നിങ്ങൾ നിർബന്ധിക്കൂ എന്ന് പറഞ്ഞ് അവർ സ്വന്തം നാവ് മുറിച്ചു കളഞ്ഞു. രാജാവ് അവരെ രാജ്യഭ്രഷ്ടരാക്കി, സ്വത്തും കണ്ടുകെട്ടി. മരണം മാത്രമാണിനി ശരണം. ഹരിഗീതം പാടി നടക്കുന്ന മരണാസക്തരായ അവരെ യമലോകത്ത് കൂട്ടിക്കൊണ്ടു പോകാൻ യമദേവൻ മടിച്ചു. യമദേവൻ്റെ പതറിച്ച കണ്ട് ബ്രഹ്മദേവൻ ദേവേന്ദ്രന് ചുമതല കൊടുത്തു. ദേവേന്ദ്രൻ്റെ സഹായത്താൽ വിഷ്ണുലോകത്തെത്തിയ കൗശികനെയും ശിഷ്യന്മാരെയും വിഷ്ണുദേവൻ സർവാത്മന സ്വീകരിച്ചു. ഇഷ്ടദേവതാ ലോകപ്രാപ്തി നൽകി. കൗശികനെ സന്തോഷിപ്പിക്കാൻ ദേവലോകത്ത് അതിഗംഭീരമായ സംഗീതോത്സവവും സംഘടിപ്പിച്ചു. കോടിക്കണക്കിന് ദേവതമാർ, നാരിമാർ, ലക്ഷ്മി ദേവി എല്ലാവരും പങ്കെടുത്ത ചടങ്ങിൽ പങ്കെടുക്കാൻ ബ്രഹ്മാവും മറ്റ് ദേവന്മാരും നാരദമുനിയും എത്തിയത് ലക്ഷ്മി ദേവിക്ക് ഇഷ്ടമായില്ല. അവർ ലക്ഷ്മി ദേവിയും തോഴിമാരും ചേർന്ന് നാരദമുനിയെ നിന്ദിക്കുകയും ആചാരവടി കൊണ്ടടിച്ച് നിർബന്ധപൂർവ്വം ഇറക്കിവിടുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ തുമ്പുരുവിനെ ആനന്ദത്തോടും ആദരവോടും ഗാനാലാപത്തിന് കൊണ്ടുവരികയും ചെയ്തു. ഇത് കണ്ട നാരദനെ ക്ഷമിക്കാനായില്ല. കോപം ആളിക്കത്തി. വിഷ്ണുപത്നിയായ ലക്ഷ്മിയും തോഴിമാരും ചേർന്ന് രാക്ഷസഭാവത്തോടെ എന്നെ പുറത്താക്കി ആചാരവടി കൊണ്ട് ദണ്ഡിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നെ അധിക്ഷേപിച്ചതിനും പുറത്താക്കിയതിനും ലക്ഷ്മി രാക്ഷസ ഗർഭത്തിൽ ജനിക്കും. പ്രസവിച്ച രാക്ഷസി അതിനെ വളർത്താതെ വലിച്ചെറിയുകയും ചെയ്യും. നാരദ ശാപം കേട്ട് ത്രിലോകങ്ങളും കിടുങ്ങി. ആ ശാപത്തിൻ്റെ ഫലമായാണ് ലക്ഷ്മി ദേവി രാവണൻ്റെ ഭാര്യ മണ്ഡോദരി എന്ന രാക്ഷസിയുടെ ഗർഭത്തിൽ എത്തുന്നത്. ഇനി ഉപേക്ഷിക്കാനും ഒരു കാരണം വേണ്ടേ? രാവണൻ അധർമ്മപ്രവൃത്തികൾ ചെയ്ത കൂട്ടത്തിൽ മുനിമാരുടെ ശരീരത്തിൽ അസ്ത്രമുന കത്തിക്കയറ്റി മുറിവുണ്ടാക്കി ആ രക്തം ശേഖരിക്കുന്ന പതിവുമുണ്ടായിരുന്നു. ദണ്ഡകാരണ്യത്തിലെത്തിയ രാവണൻ ഗൃത്സമതൻ എന്ന ബ്രാഹ്മണൻ പുത്രിലാഭത്തിന് വേണ്ടി ലക്ഷ്മി പൂജ നടത്തി മന്ത്രോച്ചാരണം നടത്തി സൂക്ഷിച്ചു വച്ചിരുന്ന വിശുദ്ധ കലശം തട്ടിയെടുത്താണ് മുനിരക്തം ശേഖരിച്ചത്. ഇത് ഉഗ്രവിഷമാണ്, ഭദ്രമായി സൂക്ഷിക്കണം, മറ്റൊരാൾക്കും ഇത് കൊടുക്കുകയോ കുടിക്കുകയോ ചെയ്യരുത് എന്ന ഉപദേശത്തോടെ കലശം മണ്ഡോദരിയെ ഏൽപ്പിച്ച് കൊട്ടാരം വിട്ടിറങ്ങിയ രാവണൻ കടിഞ്ഞാണില്ലാത്ത സ്ത്രീപീഡനം നടത്തി രസിച്ചു. ഭർത്താവിൻ്റെ ക്രൂരതകളും
സ്ത്രീ പീഡനങ്ങളുടെയും കഥ കണ്ടും കേട്ടും മനം നൊന്ത മണ്ഡോദരി മരിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ രാവണൻ ഉഗ്രവിഷമാണ് കുടിക്കരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച കലശത്തിലെ രക്തം എടുത്തു കുടിച്ചു. മരിക്കുന്നതിന് പകരം മണ്ഡോദരിയുടെ വയറ്റിൽ ഗർഭസ്ഥ ശിശു രൂപം കൊണ്ടു. ഏതാണ്ട് 1 വർഷത്തിലധികമായി പിരിഞ്ഞിരിക്കുന്ന രാവണൻ എത്തുമ്പോൾ ഗർഭിണിയാണെന്ന വാർത്ത എങ്ങനെ അറിയിക്കും? ഗർഭം ഉപേക്ഷിക്കുക തന്നെ. അങ്ങനെ കുരുക്ഷേത്ര ഭൂമിയിൽ മണ്ഡോദരി ഉപേക്ഷിച്ച ഭ്രൂണമാണ് ജനകനെ മണ്ണിനടിയിൽ നിന്ന് പെൺശിശു രൂപത്തിൽ കിട്ടുന്നത്. ജനകൻ സീതമല്ലെങ്കിൽ കലപ്പയുടെ മുനയിൽ നിന്ന് കിട്ടിയ ശിശുവിനെ സീതയെന്ന് പേരിട്ട് വളർത്തി. ഊർമിള എന്ന മകൾ ജനകന് പിന്നീട് ജനിച്ചുവെങ്കിലും രാജാവിൻ്റെ ഓമനയും ജാനകിയും ജനകപുത്രിയും വൈദേഹിയും എല്ലാം സീതയായിരുന്നു. നാരദൻ ജനകനോട് സീതയുടെ ജനന വൃത്താന്തം ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്ന് പറഞ്ഞതുകൊണ്ടാകാം എല്ലാവർക്കും പ്രിയങ്കരിയും കണ്ണിലുണ്ണിയുമായിരുന്നു സീത. ജനക സഹോദരൻ കുശധ്വജൻ്റെ പുത്രിമാരായ മാണ്ഡവിയും ശ്രുതകീർത്തിയും ഉൾപ്പെട്ട ആ 4 സംഘം കൊട്ടാര അകത്തളങ്ങളിൽ ചിത്രശലഭങ്ങളെ പോലെ വർത്തിച്ചു. സീതയുടെ ജനന രഹസ്യവും സീതാദേവി ലക്ഷ്മീദേവിയാണെന്നും നാരദമുനിയിൽ നിന്നറിഞ്ഞ ജനക മഹാരാജാവ് സീതയെ രാമന് കൊടുക്കാനുള്ള കാത്തിരിപ്പിലായിരുന്നു. രാവണൻ ഉൾപ്പെടെ എത്രയോ രാജാക്കന്മാർ സീതയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെത്തി. അവരെല്ലാം ത്രയ്യംബക എന്ന വില്ല് എടുത്തു പൊക്കാൻ കഴിയാതെ നിരാശരായി മടങ്ങി. രാജകുമാരി എന്നും കന്യകയായി ഇരുന്നു പോകും എന്നൊരു സംസാരം പോലും ഉണ്ടായി. ആ സമയത്താണ് വിശ്വാമിത്രനാൽ അനുഗതരായി രാമലക്ഷ്മണന്മാരുടെ വരവ്. രാമനെ കണ്ടതും ജനകന്റെ അന്തരംഗത്തിൽ ഈ കുമാരൻ ആ വില്ലൊന്നെടുത്ത് കുലച്ചെങ്കിൽ എന്നൊരു ചിന്തയുണ്ടായി. ഏതാണ്ട് 5000-ഓളം വരുന്ന രാജഭടന്മാർ കഷ്ടപ്പെട്ട് അലങ്കരിച്ച് കമനീയമാക്കിയിരുന്ന ത്രയ്യംബകം വില്ല് മണ്ഡപത്തിൽ കൊണ്ടുവന്നു വെച്ചു. ത്രിപുരന്മാരുമായി യുദ്ധം ചെയ്യാൻ ദേവന്മാർ നിർമ്മിച്ച് പരമശിവന് നൽകിയതാണ് ത്രയ്യംബകം വില്ല്. ജനക മഹാരാജാവിൻ്റെ പൂർവികനായ ഒരു രാജാവ് ശിവഭക്തനായിരുന്നു. ശിവഭക്തി കണ്ട് പ്രസന്നനായ പരമശിവൻ അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്തതായിരുന്നു ത്രയ്യംബകം. രാമൻ വില്ലിൻ്റെ അടുത്ത് ചെന്ന് വന്ദിച്ചു. അതെടുക്കാമോ കുലയ്ക്കാമോ എന്ന ചോദ്യം കണ്ണുകൾ കൊണ്ട് വിശ്വാമിത്രനിൽ അർപ്പിച്ചു. മറുപടി സംജ്ഞ കിട്ടിയതും തൽക്ഷണം രാമൻ ധനുസിൻ്റെ നടുവിൽ പിടിച്ച് പൊക്കിയെടുത്ത് ഒരറ്റ നിലത്തൂന്നി വളച്ചൊടിച്ചു. ശാപം അതിഭയങ്കരമായ ശബ്ദത്തോടെ ഒടിഞ്ഞ് 2 കഷണമായി നിലംപൊത്തി. അമൃതമഴ പെയ്ത പ്രതീതിയായി എല്ലാവർക്കും. ദേവലോകത്തും ആഹ്ലാദത്തിൻ്റെ അലകളും ഭൂമിയിലേക്ക് പുഷ്പവൃഷ്ടിയും. സ്വയംവര പന്തലിലേക്ക് സർവാഭരണ വിഭൂഷിതയായി അനുജത്തിമാരുടെയും അമ്മയുടെയും അകമ്പടിയോടെ മൈഥിലി എത്തി. മംഗളവാദ്യങ്ങളും വേദമന്ത്രങ്ങളും മുഴങ്ങി. വധുവിൻ്റെ പുരോഹിതനായി അഹല്യാപുത്രൻ സദാനന്ദനും വരൻ്റെ പക്ഷത്ത് വിശ്വാമിത്ര മഹർഷിയും ഭദ്രദീപത്തിനു മുന്നിലിരുന്ന് പൗരോഹിത്യ കർമ്മങ്ങൾ നടത്തി. ആചാരപ്രകാരമുള്ള വിവാഹം ഇനി നടക്കണം. സന്ദേശമനുസരിച്ച് ദശരഥൻ പുത്രകളത്രാദികളോടും മന്ത്രിമാരോടും അരുന്ധതി വസിഷ്ഠന്മാരോടും കൂടി ചതുരംഗ സേനാ പരിവാര സമേതം മിഥിലയിലെത്തി. ജനകപുത്രിയായ ഊർമിളയെ ലക്ഷ്മണനെ കൊണ്ടും കുശധ്വജപുത്രിമാരായ മാണ്ഡവിയെ ഭരതനെ കൊണ്ടും ശ്രുതകീർത്തിയെ ശത്രുഘ്നനെ കൊണ്ടും വിവാഹം കഴിപ്പിക്കാൻ തീരുമാനവുമായി. ഏതാണ്ട് 1 മാസത്തോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു വിവാഹ ആഘോഷങ്ങൾ. അത്യാഡംബരപൂർവം വിവാഹം നടന്നു. വിവാഹ സൽക്കാരവും. വിശ്വാമിത്ര മഹർഷി തൻ്റെ നിയോഗം എന്തായിരുന്നോ അത് പൂർത്തിയാക്കി രാമാദികളെ അനുഗ്രഹിച്ച് പുണ്യതീർത്ഥയാത്രയ്ക്കും പോയി. രാമാദികൾ അയോധ്യയ്ക്കും. കൊട്ടും മേളവും ആട്ടവും പാട്ടുമായി നീങ്ങിയ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ക്രുദ്ധനായി കൊടുങ്കാറ്റ് പോലെ ഒരു മഹർഷി വഴിയിൽ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ചുമലിൽ വെൺമഴുവും ബാണങ്ങളും ധരിച്ചിരിക്കുന്ന, ക്ഷത്രിയരെ കണ്ടാൽ അക്ഷണം വധിക്കുന്ന
വധിക്കുന്ന പരശുരാമൻ. എൻ്റെ ആശ്രമത്തിന് സമീപം കോലാഹലങ്ങളോടെ അഹങ്കാരത്തോടെ സഞ്ചരിക്കുന്ന നിങ്ങൾ ആരാണ്? ഇടിവെട്ടുന്ന സ്വരത്തിൽ ചോദിച്ചുകൊണ്ട് കണ്ണിൽ തീക്കട്ടകളുമായി മുമ്പിൽ നിൽക്കുന്നത് ഭാർഗവരാമനാണ്. ശിവഭഗവാന്റെ വത്സല ശിഷ്യൻ. അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് മാതൃഹത്യ നടത്തി പുനരുജ്ജീവിപ്പിച്ചവൻ. 1000 കൈകളുള്ള കാർത്തവീരാർജുനൻ്റെ കൈകളും തലയും അറുത്ത് പക തീർത്തവൻ. ക്ഷത്രിയ രക്തം കൊണ്ട് സമന്തപഞ്ചകം എന്ന തടാകം സൃഷ്ടിച്ചവൻ. എല്ലാവരുടെയും കഥ കഴിഞ്ഞതു തന്നെ. ദശരഥൻ ധൈര്യം സംഭരിച്ച് തൊഴുതുകൊണ്ട്, ഞങ്ങൾ മിഥിലയിൽ നിന്ന് വിവാഹം കഴിഞ്ഞു വരികയാണ്. അങ്ങയുടെ ആശ്രമം ഇവിടുണ്ടെന്ന് അറിഞ്ഞില്ല. മാപ്പാക്കണം, ക്ഷമിക്കണം, പോകാൻ അനുവദിക്കണം എന്നെല്ലാം കേണുകൊണ്ട് അപേക്ഷിച്ചു. എന്ത്, നിങ്ങളെ പോകാൻ അനുവദിക്കണമെന്നോ? എവിടെ? എൻ്റെ ഗുരുനാഥൻ്റെ വില്ലൊടിച്ചിട്ട് വന്ന അഹങ്കാരിയായ നിങ്ങളുടെ രാമൻ, രഘുരാമൻ. ലോകത്ത് ഈ 2 രാമന്മാർ വേണ്ട. പരശുരാമനായ ഞാൻ ഒഴിച്ച് മറ്റൊരു രാമനും, അതും ഒരു ക്ഷത്രിയ രാമൻ, ഈ ഭൂമിയിൽ വാഴാൻ ഞാൻ സമ്മതിക്കുകയില്ല. ക്രുദ്ധനായി രാമൻ്റെ അടുത്തേക്ക് നീങ്ങിയ പരശുരാമൻ്റെ പാദങ്ങളിൽ വീണും തൊഴുതും കരഞ്ഞും അപേക്ഷിച്ചും ദശരഥൻ കോപം തണുപ്പിക്കാൻ ശ്രമിച്ചു. രാമൻ പരശുരാമനെ കണ്ണിമയ്ക്കാതെ നോക്കി. ശിരസിൽ ജടാഭാരം, തോളിൽ വെൺമഴുവ്, കൈകളിൽ ചാപബാണങ്ങൾ, മാറിൽ ശാർദൂല ചർമ്മം, അരയിൽ മുറുക്കി വലിച്ചെടുത്ത വൽക്കലം, മുഖത്ത് രൗദ്രത, കണ്ണിൽ കത്തിയെരിയുന്ന കോപാഗ്നി, പരസ്പരം അറിഞ്ഞാലും അറിയുന്നില്ലെന്ന ഭാവം. നീ കേമനല്ലേ? പഴകി ദ്രവിച്ച ആ ശൈവചാപം ഓടിച്ചതിൻ്റെ അഹങ്കാരവുമായി എൻ്റെ മുമ്പിൽ കൂസലില്ലാതെ നിൽക്കുന്ന നീ എൻ്റെ കയ്യിലെ ഈ വൈഷ്ണവചാപം കുലച്ച് ഒരമ്പെയ്യൂ. നിന്റെ സാമർഥ്യം അങ്ങനെ തെളിയിക്ക്. നീ പരാജയപ്പെട്ടാൽ നിന്റെ സർവ്വജനങ്ങളെയും ഞാൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമൻ രാമൻ്റെ കയ്യിലേക്ക് വൈഷ്ണവചാപം വെച്ചുകൊടുത്തു. രാമൻ ചാപം വാങ്ങി അനായാസം കുഴിയെ കുലച്ച് ബാണം തൊടുത്തുകൊണ്ട് ലക്ഷ്യം കാട്ടിത്തരൂ എന്ന് പറഞ്ഞു. അത്ഭുത പരതന്ത്രനായ ഭാർഗവരാമൻ രാമനിൽ വൈകുണ്ഠപതിയെ ദർശിച്ചു. ഇരയെ കടിച്ചു കീറാൻ നിന്ന സിംഹം മാൻകുട്ടിയായി മാറി. പരശുരാമൻ്റെ ദേഷ്യം പമ്പ കടന്നു. ഞാൻ അവിവേകിയാണ്. എനിക്കിനിയും എൻ്റെ തപശക്തി വേണ്ട. അങ്ങയുടെ ശരത്തിൻ്റെ ലക്ഷ്യം എൻ്റെ തപശക്തി തന്നെയാകട്ടെ. രാമൻ ശരമയച്ചതും പരശുരാമൻ്റെ തപശക്തി ഒന്നാകെ രാമനിൽ വന്നു ചേർന്നു. പരശുരാമനിൽ ഉണ്ടായിരുന്ന വൈഷ്ണവ ശക്തി രാമനിൽ വിലയം പ്രാപിച്ചു. ഗർവെല്ലാം അവസാനിച്ച പരശുരാമൻ തപസ് ചെയ്യാൻ മഹേന്ദ്രഗിരിയിലേക്കും ശ്രീരാമാദികൾ അയോധ്യയിലേക്കും യാത്രയായി. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളിൽ 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. ഈശ്വര അവതാരമാണെങ്കിലും അടക്കാനാവാത്ത ക്രോധത്തിൻ്റെയും പകയുടെയും പ്രതീകമായിട്ടാണ് നമ്മൾ പരശുരാമനെ കാണുന്നത്. തൻ്റെ അച്ഛനെ ഒരാൾ കൊന്നതിൻ്റെ പേരിൽ ഭൂമിയിൽ ഇനി ക്ഷത്രിയരെ വേണ്ട എന്ന് പറഞ്ഞ് 21 പ്രാവശ്യം ഭൂമിയെ വലം വെച്ച് കൊല നടത്തി. ക്ഷത്രിയന്മാരിൽ അധർമ്മം പെരുകിയപ്പോൾ ആ അഹങ്കാര വൃക്ഷത്തിൻ്റെ കൊമ്പ് ചെത്തിക്കളയുക എന്ന നിയോഗമായിരുന്നു യഥാർത്ഥത്തിൽ പരശുരാമ അവതാരത്തിനുണ്ടായിരുന്നത്. രാമ പരശുരാമ കൂടിക്കാഴ്ചയിൽ ക്രോധത്തിൻ്റെ പര്യായമായ പരശുരാമനെ വിനയത്തിൻ്റെ പ്രതിരൂപമായ രാമൻ സൗമനസ്യത്തോടെ കീഴടക്കുന്നു. ക്രോധം വേണ്ട, ക്രോധം യമനാണ്. പ്രവൃത്തി അതാണ് വിധി നിശ്ചയിക്കുന്നത്. പരശുരാമൻ്റെ കോപം നമുക്ക് വേണ്ട, രാമൻ്റെ വിനയം മതി. രാമായണത്തിലെ ബാലകാണ്ഡം ഈ കഥയോടെ പൂർണ്ണമാകുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.